കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യമായി തന്നെയാണ്. റെക്കോർഡുകളുമായി ജൈത്രയാത്ര തുടരുകയാണ് തുടരും. ലാലേട്ടൻ വാഴ്ച അങ്ങനെ ബോക്സ് ഓഫീസിൽ തുടരുന്നു. അത്ഭുതം എന്നൊക്കെ പറയട്ടെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഹിറ്റോട് ഹിറ്റ് തന്നെയായിരിക്കും മലയാള സിനിമ ഇനി പ്രതീക്ഷിക്കാൻ പോകുന്നതും. കളക്ഷൻ അങ്ങനെ തകർക്കുകയാണ്. ലാലേട്ടൻ പടത്തിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ പിന്നെ വീട്ടിൽ പ്രായമായി കിടക്കുന്ന അമ്മൂമ്മ വരെ തിയേറ്ററിലെത്തും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നടൻ ഷറഫുദ്ദീൻ പറഞ്ഞതാണ്. അതെ, അതാണ് ശരി. ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ പാറും, ബോക്സ് ഓഫീസ് കുലുങ്ങും. എമ്പുരാന് പോലും സാധിക്കാത്ത നേട്ടമാണ് ഇപ്പോൾ തുടരും സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഈ നേട്ടം കൊയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് തുടരും. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത് ചിത്രമാണ് റെക്കോർഡുകളുമായി മുന്നോട്ട് കുതിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റിലേക്ക് തന്നെയാണ് തുടരും കുതിക്കുന്നത്. ലാലേട്ടന്റെ തീപാറുന്ന ഫൈറ്റും അഭിനയവും നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുകയാണ്. ഈ ചിത്രത്തിൽ മോഹൻലാൽ എന്ന നായകനൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരാളുകൂടിയുണ്ട്. ശോഭനയും ഉണ്ട് കേട്ടോ. പക്ഷേ നായകന്റെ ജീവനായി കാണുന്ന മാർക്ക് 1 അംബാസഡർ കാർ തന്നെയാണ്. നായകനും കാറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഏതൊരാൾക്കും തന്റെ വാഹനവുമായി ഒരു ആത്മബന്ധമുണ്ടാകും. അതുതന്നെയാണ് ഈ ചിത്രത്തിലും ഓരോ പ്രേക്ഷകനും കാണാൻ സാധിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. റിലീസായി ആഴ്ചകൾ കഴിയുമ്പോഴും ടിക്കറ്റ് വിൽപ്പനയിൽ തുടരും മുന്നിലാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 215 കോടിയും കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. 17 ദിവസം കൊണ്ടാണ് ചിത്രം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. റിലീസായി ആഴ്ചകൾ കഴിയുമ്പോഴും ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാമനായി തുടരും മുന്നിലാണ്. പുറത്തിറങ്ങി 22ാം ദിവസമായ കഴിഞ്ഞ ദിവസം 4K ടിക്കറ്റുകൾക്ക് മുകളിലാണ് തുടരും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്. ഒപ്പമുള്ള മറ്റ് മലയാള സിനിമകളെക്കാൾ ഉയർന്ന ടിക്കറ്റ് വിൽപ്പനയാണിത്. 4.17 മില്യൺ ടിക്കറ്റുകളാണ് തുടരും ഇതുവരെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റിരിക്കുന്നത്. ഉടൻ തന്നെ തുടരും മഞ്ഞുമൽ ബോയ്സിനെ മറികടക്കുമെന്നാണ് ബുക്ക് മൈ ഷോയിലൂടെയുള്ള കണക്കുകൾ പറയുന്നത്. അതായത് മഞ്ഞുമൽ ബോയ്സ് 4.2 മില്യൺ ടിക്കറ്റാണ് വിറ്റിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഇതുവരെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 210 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 103 കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ നിന്ന് ഒരു സിനിമ ആദ്യമായി 100 കോടി കടന്നെന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. ഒപ്പം 2018 പിന്നിലാക്കുകയും ചെയ്തു. അതേസമയം സിനിമയുടെ OTT റൈറ്റ്സ് വലിയ തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. ജൂൺ 2ാം വാരത്തോടെ തുടരും OTTയിൽ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇങ്ങനെ തീപാറുന്ന മുന്നേറ്റം തിയേറ്ററിൽ കാഴ്ചവെക്കുമ്പോൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം മാറുമോ ഇല്ലയോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.